ടി ഫാമിലിയിലെ ദമ്പതികളെ കണ്ടോ? എത്ര സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത്. വിഷമങ്ങളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാം അവർ ഒത്തൊരുമി സന്തോഷകരമായി ജീവിക്കുന്നു. എല്ലാവരും അവരെപ്പറ്റി നെഗറ്റിവിറ്റി ഒരുപാട് സ്പ്രെഡ് ചെയ്തതാണ്. ഷെമിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഷെമി ആ ലൈഫ് ഉപേക്ഷിച്ചു വന്ന് കുറച്ചാൾ ഒറ്റയ്ക്ക് നിന്ന ശേഷം ഷെമിയെ ഇഷ്ടപ്പെട്ടു വന്ന ആളിൻ്റെ കൂടെ ഷെമി ജീവിച്ചു. അല്ലാതെ അവിടെ ദുഃഖിച്ച് വിഷമിച്ചിരുന്നില്ല. ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. വെറും ഒരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റിൽ നമുക്ക് എല്ലാ വർഷവും ഒരുമിച്ച് നിന്നേക്കാം എന്നൊന്നും നമുക്ക് പറയാൻ ഗ്യാരണ്ടി ഒന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാതെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തു. ഇനി നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമുക്ക് തുടരാൻ കഴിയുന്നില്ല, നമുക്ക് ഇനി ബന്ധം മുന്നോട്ട് കൊണ്ട് എന്നെക്കൊണ്ട് സാധ്യമല്ല, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അത് പിള്ളേർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ അവരുടെ മാനസിക തലത്തിൽ അവരുടെ ബൗദ്ധിക തലത്തിലൊക്കെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് രണ്ട് കൂട്ടരുടെ ആലോചിച്ച് സമാധാനപൂർവ്വം അതിൽ നിന്ന് പിൻവാങ്ങുക. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു മനോഹരമായ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് മുന്നോട്ട് പോകാം. ഇൻ കേസ് ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും വേറൊരു പുതിയ പങ്കാളിയെ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിനിണങ്ങി അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ കെട്ടാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്ത കാലം അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ദൂഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. അത് സഹിച്ച് നമുക്ക് പറ്റാതെ വരും. പെണ്ണുങ്ങളെല്ലാം തരണം ചെയ്തു വരുമ്പോഴാണ് ഒരു പെണ്ണാകുന്നതെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീയായി മാറുന്ന പറഞ്ഞത്. എന്തുമാത്രം തരണം ചെയ്യാൻ പറ്റും. മാനസിക നിലയിൽ എപ്പം വേണമെങ്കിലും വ്യത്യാസം വരാം. വിവാഹം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് മാത്രമാണ്. നമ്മളിപ്പോൾ സാധാരണ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമല്ലോ. എന്ന് ഒരു കോൺട്രാക്റ്റ് ആണ്. അതിപ്പം നമുക്ക് അതിനകത്ത് ആജീവനകാലം ഞാൻ നിന്നേക്കാം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അതുപോലെ നമ്മളെ ഹസ്ബൻഡും വീട്ടുകാരും ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പരമാവധി പിടിച്ചു നിന്ന ശേഷം നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ഭാര്യയായാലും ഭർത്താവായാലും നമുക്ക് അതിനകത്തുനിന്ന് മാറിപ്പോകാം.